എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഫടികം സിനിമയിലെ ചാക്കോ മാഷ് എല്ലാ കാര്യങ്ങളും തന്റെ മകൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മാത്തമാറ്റിക്സ് മാഷ് ആയതുകൊണ്ട് മാത്തമാറ്റിക്സിൽ തന്റെ മകൻ അഗ്രഗണ്യനായി മാറണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു, കോൺഷ്യസ്ലി ആൻഡ് സബ് കോൺഷ്യസ്ലി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ജനിക്കുന്നത് മുതൽ, അതായത് ഒരു കുട്ടി വളരുന്ന ഒരു കാലഘട്ടം മുതൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നല്ല മുറക്കി നടന്ന് അവൻ ഒരു നല്ല വ്യക്തിയായി മാറാനായിട്ട് അവരുടെ പാരൻസ് ആഗ്രഹിക്കുന്നു. അവന്റെ കുട്ടിക്ക് ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നു, ഓരോ പാരന്റും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മളിപ്പോ ഒരു ജോലി സ്ഥലത്തേക്ക് കടന്നു വരികയാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് കിട്ടുവാനായിട്ട് അവിടുത്തെ എംപ്ലോയീസ് ആഗ്രഹിക്കുന്നു. അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ കിട്ടുവാനായിട്ട് അവർ നല്ലൊരു ഇന്റർവ്യൂ അവിടെ ചെയ്യുകയും അവരെ തിരഞ്ഞെടുത്ത് നല്ല പെർഫോമൻസ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുകയും കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുത്ത വ്യക്തി നന്നായി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അയാളെ പെട്ടെന്ന് തന്നെ ഫയർ ചെയ്തിട്ട് വേറൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി ടീച്ചർ ആണെങ്കിൽ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ നല്ല പെർഫെക്റ്റ് പെർഫോമൻസിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ മാർക്കുകൾ നേടി മുന്നോട്ട് പടി വളരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അവിടെയും നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലോ നമ്മൾ അതിലും പ്രാർത്ഥനയിലും വലിയ വ്യക്തിയായി മാറുവാനായിട്ട് നല്ലൊരു സ്പിരിച്വൽ പേഴ്സൺ, ഒരു പെർഫെക്റ്റ്ലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ഉണ്ടാകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ അല്ലെങ്കിൽ ഹാൻസം പേഴ്സൺ ആവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാ രീതികളിലും പെർഫെക്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആവുന്നുണ്ടോ? നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഒരു ഇംപെർഫെക്ഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നാം ആഗ്രഹിക്കുന്നു. ഈ ഇംപെർഫെക്ഷനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും പെർഫെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് OCD, OCPD തുടങ്ങിയുള്ള ചില ഡിസോർഡേഴ്സ് വരികയും ആ ഡിസോർഡേഴ്സ് മുഖേന അവർ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അത് പിന്നീട് അവരെ ഫ്രസ്ട്രേഷനിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ നയിക്കുന്ന ചില എക്സ്ട്രാ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇതിന്റെ റൂട്ട് കോസിനെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇംപെർഫെക്ഷൻ പെർഫെക്റ്റ് ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ഇംപെർഫെക്ഷൻ പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിന് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിക്കൊണ്ട് ഈ ലോകത്ത് ഒന്നും തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിൻ്റെ റിയലൈസേഷനിലേക്കും അവയർനെസ്സിലേക്കും കൂടുതൽ കടന്നു വരികയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുകയാണ് തികച്ചും സംഭവിക്കുന്നത്. നമ്മുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് ലേൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളിവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് ലേണിംഗ് ആണ്. എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ വ്യക്തിത്വം മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ള ധാരണ നമ്മുടെ ബ്രെയിനിലേക്ക് വല്ലാതെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒബ്സഷനായിട്ട് മാറുകയും അത് പിന്നീടുള്ള നമ്മുടെ ലേണിങ്ങിനെ അത് ഒബ്സ്ട്രക്ട് ചെയ്യുകയും ആ ലേണിംഗ് നടക്കാതെ വരികയും നമ്മൾ ഓപ്പൺനെസ് കുറഞ്ഞ് ഒരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റിലൂടെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടി വരുന്നുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളുകൾ ഒത്തിരി നമുക്ക് ചുറ്റുപാടുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക ഐഡിയോളജിയെ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു പ്രത്യേക ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ട്രീകൾ പ്ലാന്റ് ചെയ്യണം
എന്നുള്ള ഒരു ഐഡിയ ഒരു വ്യക്തിക്ക് കിട്ടി എന്ന് വിചാരിക്കുക. പിന്നീട് അദ്ദേഹം മുഴുവനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ട്രീകൾ പ്ലാന്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക, അത് മാത്രം ചെയ്താലേ ലോകത്ത് വളർച്ച ഉണ്ടാകൂ എന്നൊരു വ്യക്തി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഈ ഒരു ഐഡിയ അദ്ദേഹത്തെ വളരെ പെർഫെക്ഷനിസത്തിലേക്ക് നയിച്ചുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ചില ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെയും ട്രീകൾ പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും. അത് ചിലപ്പോൾ പബ്ലിക് ലൈഫിനെയും ചിലപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ എന്ത് ഐഡിയോളജി നമ്മൾ ഹോൾഡ് ഓൺ ചെയ്താലും ആ ഒരു ഐഡിയോളജിയിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനുള്ള ഒരു സാധ്യത കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ട്രീകൾ പ്ലാന്റ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ട്രീകൾ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഉതകുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തി നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വളർത്തിക്കൊണ്ടുവരാനും മറ്റുള്ളവരുടെ പ്രൊഡക്ടിവിറ്റിയെ വളർത്തിക്കൊണ്ടുവരാനും മറ്റുള്ളവർക്കും ഈ ഒരു ആശയം പകർന്നു കൊടുക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയും പറ്റുകയാണെങ്കിൽ നമ്മളൊരു ക്രിയേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നത് വഴി എന്തൊരു പെർഫെക്റ്റ് ഐഡിയാസിനെയും നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരു പെർഫെക്ഷനിസത്തിനെയും നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കും. നമ്മൾ ഈവൻ ആത്മീയതയിലേക്ക് വരികയാണെങ്കിലും ഒരു സൃഷ്ടാവിന്റെ ഒരു കൺസെപ്റ്റാണ് ആത്മീയതയിൽ. നമ്മൾ ഒരു സൃഷ്ടാവ് എല്ലാം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടാവ് സൃഷ്ടിച്ച ഒന്നും പെർഫെക്റ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ആശങ്കകൾ വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണ്. സൃഷ്ടാവ് സൃഷ്ടിച്ച നമുക്ക് ചുറ്റുമുള്ള ഭൂമിയിലേക്കൊന്ന് നോക്കുക, ഒന്നും തുല്യമായിട്ട് നിലനിൽക്കുന്നില്ല. അതായത് ഒരു മലയുടെ ഹൈറ്റ് പോലെയല്ല വേറൊരു മലയുടെ ഹൈറ്റ്, അതുപോലെ ഒരു ട്രീയുടെ ഹൈറ്റ് പോലെയല്ല ഒരു ചെടിയുടെ ഹൈറ്റ്, ഒരു ചെടി പോലെയല്ല ഒരു പുല്ല് പോലെയല്ല മറ്റൊരു പുല്ല്. അങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഒരു നേച്ചർ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഗോഡ്ലി കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ കൺസെപ്റ്റിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ നമ്മുടെ പെർഫെക്ഷനിസത്തിനെ മാറ്റി നിർത്തുവാനും ഈ ഒരു വലിയ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നമ്മളും അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുവാനും നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് വീണ്ടും വീണ്ടും ലേൺ ചെയ്തുകൊണ്ട് വളരെ ഓപ്പൺനെസ്സോട് കൂടി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് പറയുന്ന വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബുദ്ധന്റെ കൺസെപ്റ്റാണ്. അതായത് മിഡിൽ പാത്ത് ഈസ് ദ ഗോൾഡൻ പാത്ത്. ഒന്നിന്റെയും എക്സ്ട്രീമിലേക്ക് പോകാതെ നമ്മൾ എപ്പോഴും ഗോൾഡൻ പാത്ത് അല്ലെങ്കിൽ ഒരു മിഡിൽ പാത്തിൽ ഒരു മിഡിൽ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ തന്നെ മാനസിക ആരോഗ്യത്തെയും നമ്മുടെ തന്നെ ചിന്തകളെയും നമ്മുടെ തന്നെ മൊത്തത്തിലുള്ള ആ ഒരു വെൽബീയിങ്ങിനെയും വളരെയധികം വളർത്തുമെന്നുള്ളതാണ്. അതിനാൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് നമ്മുടെ പെർഫെക്ഷനിസങ്ങളെ നേരിട്ടുകൊണ്ട് നല്ലൊരു ഓപ്പൺ മൈൻഡോടുകൂടി ഫ്രീ മൈൻഡോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.